സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഭൂരിഭാഗം ആളുകളെയും അലട്ടുന്ന പ്രധാന പ്രശ്നമാണ് 22 ക്യാരറ്റ് സ്വർണ്ണമാണോ അതോ 24 ക്യാരറ്റ് സ്വർണ്ണമാണോ മികച്ചത് എന്നത്. സ്വർണം ഒരു നിക്ഷേപമായും ഐശ്വര്യമായും കാണുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കുന്നത് ലാഭകരമായ പർച്ചേസിന് സഹായിക്കും. സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കുന്ന മാനദണ്ഡമാണ് ക്യാരറ്റ്. 24 ക്യാരറ്റ് സ്വർണം എന്നത് 99.9% ശുദ്ധമായ സ്വർണമാണ്. ഇതിൽ മറ്റ് ലോഹങ്ങളുടെ അംശം ഒട്ടുമില്ല. എന്നാൽ സ്വർണം അതിന്റെ സ്വാഭാവിക രൂപത്തിൽ വളരെ മൃദുവായ ഒരു ലോഹമാണ്. കൈകൊണ്ടമർത്തിയാൽ പോലും രൂപമാറ്റം സംഭവിക്കാവുന്ന അത്രയും മൃദുവായ ഒന്നാണ് 100% ശുദ്ധമായ സ്വർണം. മറുവശത്ത് 22 ക്യാരറ്റ് സ്വർണത്തിൽ 91.6% സ്വർണവും ബാക്കി 8.4% ചെമ്പ്, വെള്ളി, സിങ്ക് അല്ലെങ്കിൽ നിക്കൽ തുടങ്ങിയ ലോഹങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ 916 ഗോൾഡ് എന്ന് വിളിക്കുന്നത്. സ്വർണത്തിന്റെ മൃദുത്വം കുറയ്ക്കാനും അതിന് ദൃഢത നൽകാനുമാണ് ഈ മറ്റു ലോഹങ്ങൾ ചേർക്കുന്നത്. 75% സ്വർണവും 25% മറ്റ് ലോഹങ്ങളും, അതായത് ചെമ്പ്, വെള്ളി തുടങ്ങിയവയൊക്കെ ചേരുന്നതാണ് 18 ക്യാരറ്റ് സ്വർണം. 22 ക്യാരറ്റിനെ അപേക്ഷിച്ച് ഇതിന് വില കുറവായിരിക്കും, എന്നാൽ ദൃഢത കൂടുതലാണ്. വജ്രങ്ങൾ, മറ്റു വിലപിടിപ്പുള്ള കല്ലുകൾ എന്നിവ പതിപ്പിച്ച ആഭരണങ്ങൾ നിർമ്മിക്കാൻ 18 ക്യാരറ്റ് സ്വർണമാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. കല്ലുകൾ സുരക്ഷിതമായി ഇരിക്കാൻ ആവശ്യമായ കരുത്ത് 18 ക്യാരറ്റ് സ്വർണം നൽകുന്നു. 24 ക്യാരറ്റ് സ്വർണം കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങൾ വളരെ വേഗത്തിൽ വളഞ്ഞു പോകാനോ പൊട്ടിപ്പോകാനോ സാധ്യതയുണ്ട്. എന്നാൽ 22 ക്യാരറ്റിൽ മറ്റ് ലോഹങ്ങൾ കലരുന്നതോടെ അതിന് കരുത്ത് ലഭിക്കുന്നു. നിത്യേന ഉപയോഗിക്കുന്ന വളകൾ, മോതിരങ്ങൾ, മാലകൾ എന്നിവയ്ക്ക് 22 ക്യാരറ്റാണ് ഏറ്റവും അനുയോജ്യം. വിവാഹ ആഭരണങ്ങളിലും മറ്റും കാണുന്ന ചെറിയ പണികളും മിനുക്കുപണികളും 24 ക്യാരറ്റിൽ ചെയ്യാൻ കഴിയില്ല. സ്വർണം മൃദുവായതിനാൽ അത്തരം ഡിസൈനുകൾ നിലനിൽക്കില്ല. എന്നാൽ 22 ക്യാരറ്റ് സ്വർണം ഉപയോഗിക്കുമ്പോൾ സ്വർണ്ണപ്പണിക്കാർക്ക് ഏത് സങ്കീർണമായ രൂപവും നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ആഭരണമായി ഉപയോഗിക്കുമ്പോൾ 22 ക്യാരറ്റിന് നല്ല റീസെയിൽ വാല്യൂ ലഭിക്കാറുണ്ട്. നിങ്ങൾ സ്വർണം ആഭരണമായിട്ടല്ല മറിച്ച് നിക്ഷേപം എന്ന നിലയിൽ മാത്രം വാങ്ങുകയാണെങ്കിൽ, അതായത് നാണയങ്ങളോ ബിസ്ക്കറ്റുകളോ ഒക്കെയായി വാങ്ങുകയാണെങ്കിൽ 24 ക്യാരറ്റ് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ചുരുക്കത്തിൽ, നിങ്ങൾ ധരിക്കാൻ വേണ്ടിയാണ് സ്വർണം വാങ്ങുന്നതെങ്കിൽ 22 ക്യാരറ്റ് അഥവാ 916 സ്വർണമാണ് ഏറ്റവും ബുദ്ധിപരമായ തിരഞ്ഞെടുപ്പ്. അല്പം കൂടി വില കുറയണം എന്നാണെങ്കിൽ 18 ക്യാരറ്റ് വാങ്ങാം. ഇത് ആഭരണങ്ങൾക്ക് കൂടുതൽ കാലം ആയുസ് നൽകുകയും ഭംഗി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു.